ഇന്ന് നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലിലെ ആപ്പ് പിന്നിംഗ് ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനായി സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് സ്ക്രീനിൽ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആപ്പ് പിന്നിംഗ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സോ താഴെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നിലവിൽ ഇത് ഓഫാണ്. ആപ്പ് പിന്നിംഗ് ഫീച്ചർ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൊബൈൽ വേറൊരു വ്യക്തിക്ക് കുറച്ച് നേരത്തേക്കിനൊന്ന് കൈമാറണം എന്നുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തിക്ക് ഒരു ഫോൺ കോൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നേരം അവർക്കൊരു വീഡിയോ ഗെയിം പ്ലേ ചെയ്യണം. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്കിന് മാത്രം ആ വ്യക്തിക്ക് നിങ്ങളുടെ മൊബൈൽ കൊടുക്കണം എന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആപ്പിലേക്കൊന്നും ആ വ്യക്തിക്ക് ആക്സസ് ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആപ്പ് പിന്നിംഗ് ഫീച്ചർ ഇനേബിൾ ചെയ്യുന്നത്. പക്ഷേ ഓർക്കുക, ഈ ഫീച്ചർ എനേബിൾ ചെയ്തതുകൊണ്ട് ആ വ്യക്തിക്ക് വേറൊരു ആപ്പിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് 100% പറയാൻ സാധിക്കത്തില്ല. കാരണം നോട്ടിഫിക്കേഷൻസ് എനേബിൾഡ് ആയിരിക്കും. സോ അവർ നോക്കുമ്പോൾ നമ്മളൊരു ആപ്പ് മാത്രമേ പിൻ ചെയ്തിട്ടുള്ളെങ്കിലും നോട്ടിഫിക്കേഷൻസ് അവർക്ക് കാണാൻ സാധിക്കും. അല്ല, ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ അത് ക്ലിക്ക് ചെയ്ത് വേറൊരു ആപ്പിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. സോ കംപ്ലീറ്റ്ലി സേഫ് അല്ല. എന്താണേലും നമ്മുടെ ഒരു മോണിറ്ററിങ് വേണം. അതേപോലെ നമ്മൾ ബുദ്ധിയോടെ വേണം ഒരു വ്യക്തിക്ക് കൈമാറേണ്ടത്. എപ്പോഴും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്നെ കൈമാറുക. പക്ഷേ കുറച്ച് നേരത്തേക്കിന് അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആൽബംസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ആ ആപ്പിലേക്കൊന്നും പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് നമുക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാം. നല്ലൊരു ഫീച്ചറാണ്, പക്ഷേ നമ്മൾ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുക. കാരണം ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഫ്രോഡ് ആക്ടിവിറ്റീസ്. അതായത് എനിക്കൊരു കോൾ ചെയ്യാനാണെന്ന് പറഞ്ഞ ഒരു അപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ വന്ന് നമ്മളോട് ചോദിക്കുന്നു. പെട്ടെന്നൊരു OTP വന്നു കഴിയുമ്പം അവർ വേറെ കോഡ് ഭാഷയിൽ ആ OTP അവർ സംസാരിക്കുന്ന ആ വ്യക്തിക്ക് കൈമാറുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ആപ്പ് പിന്നിംഗ് ഫീച്ചർ ചെയ്തെന്ന് പറഞ്ഞാലും നോട്ടിഫിക്കേഷൻസ് എനേബിൾഡ് ആണ്, അത് അവർക്ക് കാണാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻസും എല്ലാം ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. സോ അതൊക്കെ നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ എന്താണെങ്കിലും ആപ്പ് പിന്നിംഗ് ഫീച്ചർ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ കുറേ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. സോ അതാദ്യം വായിച്ച് നോക്കുക. പ്രത്യേകിച്ചൊന്നുമല്ല, അതിൻ്റെ സേഫ്റ്റി റീസൺസ്. കാരണം നിങ്ങളിത് ചെയ്തതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആണെന്ന് അർത്ഥമില്ല എന്ന് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ ഫീച്ചർ ഓൺ ചെയ്യുന്നു. അവിടെ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വെൻ ആൻ ആപ്പ് ഈസ് പിൻഡ്, പേഴ്സണൽ ഡേറ്റ മേ ബി ആക്സസിബിൾ സച്ച് ആസ് കോൺടാക്ട്സ് ആൻഡ് ഇമെയിൽ കണ്ടൻറ്റ്. അതേപോലെ തന്നെ പിൻഡ് ആപ്സ് മേ ഓപ്പൺ അതർ ആപ്സ്. ഓക്കെ, സോ അതാണ് ആ ഒരു റിസ്ക് ഫാക്ടർ. പിന്നെ വെൻ എ പേജ് ഈസ് പിൻഡ്, നോ ആക്ഷൻസ് ആർ അലൗഡ് ഓൺ ദാറ്റ് ആപ്പ് സ്ക്രീൻ. ഓൺലി യൂസ് ആപ്പ് പിന്നിങ് വിത്ത് പീപ്പിൾ യു ട്രസ്റ്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഒരു ആപ്പ് പിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആക്ടിവിറ്റി നടക്കില്ല. അതായത് ഞാനിപ്പോൾ ഒരു ഫോൺ ആപ്പ് ആ വ്യക്തിക്ക് കോൾ ചെയ്യാൻ വേണ്ടി ആ ഒരു ആപ്പ് മാത്രം പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ആ വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്ക് സ്ക്രീൻ അടിച്ചോ ഹോം സ്ക്രീൻ പ്രസ് ചെയ്തോ ഒന്നും വേറൊരു ആപ്പിലേക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ, ക്ലിക്ക് ഓൺ ഓക്കെ. ബൈ ഡിഫോൾട്ട് നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ കാണാം, ആസ്ക് ഫോർ അൺലോക്ക് പാറ്റേൺ ബിഫോർ അൺപിന്നിങ്. സോ ബൈ ഡിഫോൾട്ട് ഈ ഓപ്ഷൻ ഓൺ ആകും. അതായത് നമ്മൾ ആപ്പ് പിന്നിങ് അൺലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് എങ്ങനെ അത് അൺലോക്ക് ചെയ്യാമെന്നുള്ളത്. സോ അത് അറിയാവുന്ന വ്യക്തിക്ക് അത് ഈസി ആയിട്ട് നമ്മൾ പിൻ ചെയ്ത ആപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ഈ അൺലോക്ക് പാറ്റേൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. സോ ആ വ്യക്തി സപ്പോസ് ആ ആപ്പ് പിന്നിങ്ങിൽ നിന്ന് അൺലോക്ക് ചെയ്ത് പുറകോട്ട് വന്നാൽ പോലും നമ്മുടെ സ്ക്രീനിൽ അൺലോക്ക് ചെയ്യാതെ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാറ്റേണോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ വെച്ച് നമ്മുടെ സ്ക്രീന് ആ വ്യക്തിക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, പിന്നെ പിന്നിങ് റേഞ്ച് എന്താണെന്ന് നോക്കാം. പിൻ ദിസ് പേജ് ആൻഡ് അലോ ആക്ഷൻസ്. പിൻ ദിസ് പേജ് ആൻഡ് ഡിസ്അലോ ആക്ഷൻസ്. സോ നമുക്ക് എന്താണ് നമ്മൾ പിൻ ചെയ്യുന്ന ആപ്പിൽ എന്തൊക്കെ ആ വ്യക്തിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കോൾ ആപ്പ്, അതായത് ആ വ്യക്തിക്ക് കോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു ഫോൺ ആപ്പ് മാത്രം പിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ആദ്യത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. അതായത് പിൻ ദിസ് പേജ് ആൻഡ് അലോ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഫോൺ ആപ്പിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസൊക്കെ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റും. അതായത് അവരെ കോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫോൺ ആപ്പിൽ നമുക്ക് ഫേവറേറ്റ്സ് എന്നുള്ള ഒരു മെനു ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ പറ്റും, റീസെൻറ്റ് കോൾ ലോഗ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ വേറൊരു ഡിഫറെൻ്റ് ആപ്പിലേക്ക് അവർക്ക് പോകാൻ സാധിക്കത്തില്ല. പക്ഷേ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ, അതായത് പിൻ ദിസ് പേജ് ആൻഡ് ഡിസലോ ആക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ അവർക്ക് കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ ആപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പക്ഷേ അവർക്ക് കോൾ ചെയ്യാൻ സാധിക്കത്തില്ല, വെറുതെ അത് കാണാവുന്നേ ഉള്ളൂ. സോ നമ്മളൊരു ആപ്പ് പിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ആപ്പിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു ആക്ഷൻസ് ചെയ്യാനാണല്ലോ. സോ അതുകൊണ്ട് പിൻ ദിസ് പേജ് ആൻഡ് അലോ ആക്ഷൻസ് തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ അവർക്ക് കോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ആപ്പ് പിൻ ചെയ്ത് ഞാൻ കാണിക്കാം. സോ ഞാനും പിൻ ചെയ്യാൻ പോകുന്ന ആപ്പ് ഫോൺ ആപ്പാണ്. അതിനായി നമ്മുടെ റീസെൻറ്റ് ആക്ടിവിറ്റി ഐക്കണെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓവർവ്യൂ ഐക്കൺ
ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇതെല്ലാം നാവിഗേഷൻ ബാറിലെ ബട്ടൺസ് ആണ്. അതായത് ബാക്ക് ബട്ടൺ ഉണ്ട്, ഹോം ബട്ടൺ ഉണ്ട്, ഓവർവ്യൂ ബട്ടൺ ഉണ്ട്. സോ ഞാൻ ഓവർവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ പിൻ ചെയ്യാൻ പോകുന്ന ആപ്പ് ഫോൺ ആപ്പാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ ഫോൺ ആപ്പിൻ്റെ ഐക്കണെ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് കൈവിടുക. സോ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും പിൻ, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പിന്നാണ് ചെയ്യേണ്ടത്. സോ ക്ലിക്ക് ഓൺ പിൻ. അവിടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ആപ്പ് ഈസ് പിൻഡ്, ദിസ് കീപ്സ് ഇറ്റ് ഇൻ വ്യൂ അൺടിൽ യു അൺപിൻ, ടച്ച് ആൻഡ് ഹോൾഡ് ബാക്ക് ആൻഡ് ഓവർവ്യൂ ടു അൺപിൻ. അതായത് ബാക്ക് ബട്ടണും ഓവർവ്യൂ ബട്ടണും നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നിങ് അൺലോക്ക് ആയിക്കോളും. ഓക്കെ, ബാക്ക് ബട്ടൻ്റേതും ആ ഓവർവ്യൂ ബട്ടൻ്റെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് കുറച്ച് ഹൈലൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ ഡേറ്റ മേ ബി ആക്സസിബിൾ സജസ് കോൺടാക്ട്സ് ആൻഡ് ഇമെയിൽ കണ്ടന്റ്, പിൻഡ് ആപ്പ് മേ ഓപ്പൺ അതർ ആപ്സ്. ഓക്കെ, സോ ക്ലിക്ക് ഓൺ ഗോട്ട് ഇറ്റ്. ആപ്പ് പിൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. സോ ഇനി ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി എനിക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ആ പിന്നിങ് റേഞ്ചിൽ ആ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഫേവറേറ്റ്സിൽ പോകാൻ സാധിക്കും, കോൺടാക്ട്സിൽ പോകാൻ സാധിക്കും. സോ ഈ ആപ്പിൽ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷേ എനിക്ക് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പുറകോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുപോലെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് പോകാൻ സാധിക്കത്തില്ല. ഓവർവ്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്ത് എനിക്ക് വേറെ ആപ്പുകളിലേക്കൊന്നും പോകാൻ സാധിക്കത്തില്ല. സോ ഇതാണ് അതിൻ്റെ ആ ഒരു സേഫ്റ്റി ഫീച്ചർ. നമ്മൾ ക്ലിക്ക് ചെയ്താലൊന്നും നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ഓക്കെ, ടാപ്പ് ആൻഡ് ഹോൾഡ് ദ ബാക്ക് ആൻഡ് ഓവർവ്യൂ ബട്ടൺസ് അറ്റ് ദ സെയിം ടൈം ടു ക്യാൻസൽ. ഈ പിന്നിങ് സ്ക്രീൻ ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബാക്കിലോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സോ ഇനി ഞാനിത് അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ സ്ക്രീന് ബാക്ക് ആൻഡ് ഓവർവ്യൂ ബട്ടനെ ഞാൻ ലോങ് പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്ക്രീൻ അൺലോക്കായി, ആപ്പ് പിന്നിങ് സ്ക്രീൻ അൺലോക്കായി. പക്ഷേ ആ വ്യക്തിക്ക് പെട്ടെന്ന് നമ്മുടെ കാണാൻ സാധിക്കത്തില്ല, കാരണം സ്ക്രീൻ ലോക്ക്ഡ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ അൺലോക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് അൺലോക്ക് ചെയ്യും. ഓക്കെ, സോ ഇനി ബാക്കിലേക്ക് പോകാം. ഓവർവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനിക്ക് പല ആപ്പുകളിലേക്കും പോകാം. ഓക്കെ ഓക്കെ സോ പിന്നിങ് അൺലോക്ക് ചെയ്തിരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ആപ്പ് പിന്നിങ് ഫീച്ചർ എനേബിൾ ചെയ്യേണ്ടതും, അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സ്ക്രീനിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യേണ്ടതും ഇങ്ങനെയാണ്. സോ ഇനി നിങ്ങൾ ആ സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ ആപ്പ് പിന്നിങ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതേപോലെ പോയിട്ട് ഇവിടെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമുക്ക് അൺലോക്ക് ചെയ്യാൻ അറിയാമല്ലോ അതെങ്ങനെയാണെന്നുള്ളത്. സോ ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് അത് പോയി നമ്മളത് ഓഫ് ചെയ്യുക. സോ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ.